അങ്ങനെ രവീന്ദ്രൻ ചന്ദ്രമതിയുടെ അഭിപ്രായം മറികടന്നുകൊണ്ട് തന്നെ ശ്രുതിയുടെ അമ്മയെയും മകനെയും ആ വീട്ടിൽ താമസിപ്പിക്കുകയാണ്. തൽക്കാലത്തിന് ശ്രുതിയുടെയും മുറിയാണ് കേട്ടോ അവർക്ക് കൊടുത്തിരിക്കുന്നത്. ശ്രുതിയാണെങ്കിൽ ആരും ഇല്ലാത്ത സമയം നോക്കി തന്റെ അമ്മയെയും മകനെയും കാണാൻ വേണ്ടി മുറിയിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ ശ്രുതിയുടെ നിർഭാഗ്യവശാലെന്ന് പറയാലോ കഞ്ഞിയുമായിട്ട് രേവതി ആ സമയം തന്നെ മുറിയിലേക്ക് ചെല്ലാണ്. അങ്ങനെ ചെല്ലുന്ന രേവതി ഡോറ് പതുക്കെ തുറന്നപ്പോ തന്നെ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നതാണ്. അതായത് ശ്രുതി പൊട്ടിക്കരഞ്ഞോണ്ട് തന്നെ തന്റെ മകനെ ചേർത്ത് പിടിച്ച് നിർത്തുന്നുണ്ട്. എന്നിട്ട് അമ്മയോട് ഓരോന്ന് ഇങ്ങനെ തർക്കിച്ച് പറയുന്നുണ്ട്. കരയുന്നുണ്ട്, അമ്മയെ ശകാരിക്കുന്നുണ്ട്. ഇതൊക്കെ നന്നായിട്ട് രേവതി കേൾക്കാണ് കേട്ടോ. എന്നാ കരഞ്ഞോണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ശ്രുതിയെ കണ്ടിട്ട് ആകെ ഞെട്ടിത്തിരിച്ച് ഒന്നും മനസ്സിലാവാതെ നിൽക്കാണ് രേവതിക്ക് എന്തായാലും ഒരു കാര്യം നല്ല വ്യക്തമാവാണ്. അതായത് ആ നിൽക്കുന്നത് ശ്രുതിയുടെ സ്വന്തം അമ്മയാണെന്നും കൂടെയുള്ള കുട്ടി ശ്രുതിയുടെ ആരൊക്കെയോ ആണെന്നുള്ളതും രേവതിക്ക് ഉറപ്പാവാണ്. അങ്ങനെ ശ്രുതി വിഷമിച്ചോണ്ട് പൊട്ടിക്കരഞ്ഞ് തന്റെ മകനെ ചേർത്ത് നിർത്തുകയാണ് കേട്ടോ. ആന്റി എന്ന് പറഞ്ഞിട്ടാണ് ആദ്യയോട് സംസാരിക്കുന്നത്. ശ്രുതി വിഷമിച്ചോണ്ട് അമ്മയോട് സംസാരിക്കുന്നതും ആദ്യയോട് സംസാരിക്കുന്നതും എല്ലാം രേവതി നല്ല വ്യക്തമായിട്ട് കേൾക്കാണ്. ഇതൊക്കെ കേട്ടിട്ട് രേവതിക്ക് വിഷമല്ല വന്നത്, ദേഷ്യമാണ്. കാരണം ഈ വയ്യാത്ത അമ്മയെയും കുഞ്ഞിനെയും തനിച്ചാക്കിയിട്ട് സ്വന്തം സുഖത്തിന് വേണ്ടി നല്ലൊരു ജീവിതം തെരഞ്ഞെടുക്കാണ് ശ്രുതി ചെയ്തത്. അതായത് വലിയ പണക്കാരുടെ വീട്ടിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് സ്വന്തം അമ്മയെ താഴ്ത്തി കെട്ടുകയാണ്. പണക്കാരിയല്ലെന്ന് പറഞ്ഞ് സ്വന്തം അമ്മയെ എങ്ങനെയാ മാറ്റി നിർത്താൻ കഴിയുന്നത്? ഇതൊക്കെ വിഷമത്തോടു കൂടി ആലോചിക്കുകയാണ് രേവതി കേട്ടോ. എന്നാൽ രേവതി ആ വാതിലിന്റെ അടുത്ത് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ അമ്മയുടെ കണ്ണിൽ പെടുകയാണ്. അങ്ങനെ രേവതി എല്ലാം മനസ്സിലാക്കിയെന്ന് ശ്രുതിക്ക് ഉറപ്പാവാണ് കേട്ടോ. ശ്രുതി രേവതിയുടെ കാല് പിടിച്ച പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ആ ഒരു കിടലൻ എപ്പിസോഡാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കടക്കാം. ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് സച്ചിയെയും ശ്രുതിയെയും രേവതിയാണ് കേട്ടോ. അപ്പൊ ശ്രുതി സച്ചിയോട് പറയുന്നുണ്ട്, എടാ സച്ചി, എല്ലാ ചണ്ടിയും ചവർ ഇങ്ങോട്ട് വലിച്ചു കയറ്റി കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ മുറി വേണമെന്ന് പറയുവാണോ? എടാ ശ്രുതി, ഒന്ന് പതുക്കെ പറയടാ, അവര് കേൾക്കും. കേൾക്കുവാണെങ്കിൽ കേൾക്കട്ടെ. എടാ സച്ചി, നിനക്ക് അറിഞ്ഞൂടെ ഇവിടെ ഉള്ളവർക്ക് എന്നെ കിടക്കാൻ സ്ഥലമില്ല, പിന്നാണോ നീ പുറത്തുനിന്ന് രണ്ടുപേരെ കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നത്? ദേ, അമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. വെറുതെ എന്തിനാ അമ്മയെ ചൊടിപ്പിച്ച് അമ്മയുടെ വായിലൂടെ വരുന്നതൊക്കെ ആ സ്ത്രീയെയും കൂടി കേൾപ്പിക്കുന്നത്? അവരെവിടെയെങ്കിലും സ്വസ്ഥമായിട്ട് നിന്നോളും. ഇവൻ വലിയ ആളായിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക ശ്രുതി. ഇത് കേട്ടപ്പോ സച്ചി പറയുന്നുണ്ട്, എടാ നിനക്കൊന്നും മനസാക്ഷി എന്ന് പറഞ്ഞതില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നീ അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറയുമായിരുന്നോ? എടാ, ആരോരും ഇല്ലാത്ത ഒരു പാവ സ്ത്രീയാ ശ്രുതി അത്. അതൊന്ന് നീ മനസ്സിലാക്ക്. വെറും ഒരു 2 ദിവസത്തിന്റെ കാര്യമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവര് പൊയ്ക്കോളും. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ദേ, ഇനി ഇവര് പോയാലും ഞങ്ങൾക്ക് നിങ്ങളുടെ റൂമൊന്നും വേണ്ട. അതിനുവേണ്ടി ഞാനും രേവതി അല്ലല്ലോ, ഞാനാണല്ലോ റൂമിന് വേണ്ടി നിങ്ങളോട് വഴക്കുണ്ടാക്കാറ്. ഇനി ഞങ്ങൾ വഴക്കുണ്ടാക്കില്ല. ഞങ്ങൾക്ക് മുറിയൊന്നും വേണ്ട. ഞങ്ങൾ ഹാളിലോ ടെറസിലോ കിടന്നോളാം. സുധി, വെറും 2 ദിവസം. ആ 2 ദിവസം കഴിഞ്ഞാൽ ആ അമ്മയും കുഞ്ഞും പൊയ്ക്കോളും. ഓ, ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. എടാ, അവര് കിടക്കാതിരിക്കുക എന്ത് വേണേലും ചെയ്യട്ടെ. പക്ഷെ ഈ 2 ദിവസം ഞാൻ എവിടെ കിടക്കും? എനിക്ക് ഹോളിലൊന്നും കിടക്കാൻ പറ്റില്ല. എടാ, അതിന് ഞാനൊരു നല്ല മാർഗം കണ്ടെത്തിയിട്ടുണ്ട്. എന്ത് മാർഗം? അതായത് നീ അച്ഛന്റെ അമ്മയുടെ മുറി കിടക്കണം. അവിടെയാവുമ്പോ AC ഉണ്ടല്ലോ. എന്ത്? അച്ഛനും അമ്മയുടെ മുറി കിടക്കണമെന്നോ? അപ്പൊ ശ്രുതി നിന്റെ തലയെ കിടക്കോടാ? ഇതൊക്കെ പറയുന്ന കേട്ടിട്ട് ശ്രുതിക്ക് ദേഷ്യം വരെയാണ് കേട്ടോ. അപ്പൊ തന്നെ ശ്രുതി ആ ദേഷ്യത്തിൽ എന്തൊക്കെയോ പറയാണ്. സച്ചി, നിനക്ക് എന്തിന്റെ കേടാ? എവിടെയോ കിടക്കുന്ന ഒരു അമ്മയും മകനും. എപ്പോ അവരെ കണ്ടാലും വെറുതെ അവരെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കും. അവരെ ഒന്ന് വെറുതെ വിട്ടൂടെ? അവരെ അവരുടെ പാട്ടിന് വിട് സച്ചി. എന്നാ ഇത് കേട്ടിട്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കാട്ടോ സച്ചി. അല്ല, ഞാനവരായിട്ട് സംസാരിക്കുന്നതിലും സഹായിക്കുന്നതിലും പലരുടെയും എന്താ വിഷമം? അങ്ങനെ വിഷമമുണ്ടായിട്ടല്ല. നീ ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോ അത് അവർക്കും കൂടി ബുദ്ധിമുട്ടാ. ഇപ്പൊ തന്നെ നോക്കിയേ, ആന്റി അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതിന് എന്തൊക്കെ അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു. അതൊക്കെ അവർക്ക് എത്ര ഹേർട്ടായിട്ടുണ്ടാവും അറിയോ? അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത രീതിയിൽ വേണം അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ. എന്നാൽ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കല്ല കൊണ്ടുവരേണ്ടത്. ഇത് കേട്ടപ്പോ ശ്രുതി പറയുന്നുണ്ട്, കറക്റ്റ്, ശ്രുതി പറഞ്ഞത് കറക്റ്റാ. അവരൊരു ഹോട്ടൽ മുറിയിലേക്കോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിന്നോളാന്നല്ലേ പറഞ്ഞത്. അതൊന്നും സമ്മതിക്കാതെ നീയല്ലേ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്. അപ്പൊ രേവതി പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ ചിന്തിക്കുന്നത്? ആരോരും ഇല്ലാത്ത ഒരു അമ്മയാണത്. എത്ര പണാവും ഒരു ഹോട്ടലോ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലോ 2 ദിവസം തങ്ങുന്നതിനറിയോ? അവരുടെ കയ്യിൽ അതിനൊന്നും കൊടുക്കാൻ കാശുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയാ നാട്ടിൽ പോവാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഹോട്ടൽ റൂമും അതുപോലെ ഹോസ്പിറ്റലൊക്കെ നിൽക്കണമെന്ന് പറയുന്ന അവരെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരാതിരിക്കുക. ആ കുഞ്ഞിനെ കണ്ണും മൂടിക്കെട്ടി ആ ഹോസ്പിറ്റലിൽ 4 ചുമരിൽ ഇങ്ങനെ കഴിയാൻ വലിയ പ്രയാസമുണ്ട്. സച്ചേട്ടനെയും എന്നെയും ആ കുഞ്ഞിന് ജീവനാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് വന്നത്. ഇതൊക്കെ കേട്ടിട്ട് ശ്രുതിക്ക് നല്ല വിഷമാവാട്ടോ. അപ്പൊ ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ 2 നന്മമരം വന്നേക്കുന്നു. എന്താന്ന് വെച്ച് ചെയ്യ്. എന്തായാലും ഞാൻ വരുമ്പോഴേ എനിക്ക് AC റൂം കിട്ടിയേ മതിയാവൂ. അതാരുടേതാണെങ്കിലും വേണ്ടില്ല. എനിക്ക് മര്യാദക്ക് കിടന്നുറങ്ങണം. ഹാർഡ് വർക്ക് ചെയ്ത് വരിക ഞാൻ. എന്നെ പോലെ ബിസിനസ് കഴിഞ്ഞ് വരുന്ന മനുഷ്യന്മാർക്ക് നല്ല AC റൂം വേണം. അല്ലാതെ താഴെ ഒരു പാവരിച്ച് കിടക്കുന്ന നിങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ശ്രുതി, നീ വരുന്നുണ്ടെങ്കിൽ വാ. എനിക്ക് കട തുറക്കാൻ സമയമായി. ശ്രുതി പൊയ്ക്കോ, ഞാൻ വരുന്നില്ല. അതെന്ത് പറ്റി ശ്രുതി? കുറച്ചു മുൻപ് വരെ ഞാൻ വരാന്നായിരുന്നല്ലോ പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് എത്തിക്കോളാം. ഇപ്പൊ ശ്രുതി പൊയ്ക്കോ. ശ്രുതി, ഇപ്പൊ വരികയാണെന്നുണ്ടെങ്കിൽ കാറിൽ AC ഇട്ടോണ്ട് പോവാം. ഇല്ലാന്നുണ്ടെങ്കിലേ ആ വെയിലും കൊണ്ട് നടന്നു വരേണ്ടി വരും.
സൗന്ദര്യമൊക്കെ പോയി പോവും ശ്രുതി നീ പോവാൻ നോക്ക്, ഞാൻ വന്നോളാന്നല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ ശരി, ഇതും പറഞ്ഞുകൊണ്ട് ശ്രുതി അവിടുന്ന് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ചന്ദ്രമതിയും വിമലമ്മയാണ് കേട്ടോ. വിമലമ്മയാണെങ്കിൽ ചെയറിന്റെ അടുത്തായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. വിമലമ്മയെ കണ്ടുകൊണ്ട് ചന്ദ്രമതി ദേഷ്യം പിടിച്ച് പല്ലെറിഞ്ഞ് നിൽക്കാണ്. നിൽക്കുന്നത് കണ്ടില്ലേ, കണ്ട ചണ്ടിയും ചവറും റോട്ടിന്ന് വലിച്ചെടുത്തോണ്ട് വരും അവൻ. കാശിന് ഗതിയില്ലാത്തവരൊക്കെ തീറ്റി പോറ്റേണ്ട അവസ്ഥ ആണല്ലോ ദൈവമേ എനിക്ക്. എന്തൊരു വിധി എനിക്ക്, എല്ലാം ആ സച്ചി കാരണം ഉണ്ടാകുന്നതാ. ഇതും പറഞ്ഞുകൊണ്ട് നേരെ നോക്കാണ് കേട്ടോ വിമലമ്മയെ. അങ്ങനെ ചന്ദ്രമതി നോക്കുന്നുണ്ട്. വിമലമ്മ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ ചന്ദ്രമതി പറയുന്നുണ്ട്, അവളുടെ ഒരു ഇളിഞ്ഞ ചിരി, ആ ചിരി ഞാൻ വീഴുമെന്നാ കരുതിയിരിക്കുന്നത്. അങ്ങനെയൊന്നും നിന്റെ ചിരിയിലൊന്നും വഴുതി വീഴുന്നവളല്ലേ ഈ ചന്ദ്രമതി. എന്നാൽ ഇവക്കൊന്നും നാണമില്ലല്ലോ. അവൻ വിളിച്ച പാടെ തന്നെ പട്ടുമത്തെ കിടക്കാന്ന് കരുതി ഇറങ്ങിയോടി വന്നേക്കുക, കയ്യിലൊരു കുഞ്ഞുമായിട്ട്. നാണോ ഇല്ലാത്ത വർഗ്ഗങ്ങള്. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ടോണ്ട് വിമലമ്മയുടെ അടുത്തോട്ട് വരികയാണ്. എവിടെയാടി നിന്റെ മകൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചന്ദ്രമതി. ഇത് കേട്ടപ്പോ വിമലമ്മ പറയുന്നുണ്ട്, ആദിയാണ് ചോദിക്കുന്നത്. അല്ലാതെ നിനക്ക് എത്ര മകനുണ്ട് ഇവിടെ? ഒരുപാട് മകനുണ്ടോ? അല്ല, ഇനി വരാനിരിക്കുന്നുണ്ടോ? അല്ല, ആളെന്നെ നോക്കിയിട്ട് അരിക്കലത്തിൽ അരിയിടാനായിരുന്നു, ഓസിക്ക് കഴിക്കല്ലേ. ഇത് കേട്ടിട്ട് ഇവർക്ക് നല്ല വിഷമാവാണ് കേട്ടോ. ഞങ്ങള് വന്നത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായില്ലേ? ബുദ്ധിമുട്ടായെന്നോ? അത് നിങ്ങൾക്ക് എന്റെ സംസാരത്തിലൂടെ മനസ്സിലാക്കി കൂടെ? നിങ്ങൾക്ക് നാണമില്ലല്ലോ. അവൻ വിളിച്ച പാടെ തന്നെ ഇറങ്ങി ഓടി വരാൻ. അവൻ അങ്ങനെ പലരെയും വിളിക്കും, അത് അവന്റെ മനസ്സങ്ങനെ ആയതുകൊണ്ടാ എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ കുറ്റിയും പറിച്ച് ഇറങ്ങലാണോ? ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ സ്റ്റാറ്റസ് ഒന്ന് ആലോചിക്കാം. നിങ്ങളുടെ നിലയ്ക്കും വിലയ്ക്കും സ്റ്റാറ്റസിനും പറ്റിയ വീടാണോ ഇത്? നിങ്ങൾ കീഴ് ജാതിക്കാര്, എന്നാൽ ഞങ്ങൾ അങ്ങനെയല്ല. ഇതൊക്കെ കേട്ടിട്ട് ആകെ വിഷമിച്ചോണ്ട് നിൽക്കാൻ കേട്ടോ വിമലമ്മ. അല്ല, എനിക്കൊരു സംശയം, നിന്റെ കൂടെയുള്ള കുഞ്ഞ് നിന്റെ മകൻ തന്നെയാണോ? അതോ ഇനി നീ എവിടെന്നെങ്കിലും കട്ടോണ്ട് വന്നതോ? കണ്ടിട്ട് നിന്റെ കുഞ്ഞാണെന്നൊന്നും തോന്നുന്നില്ല. നിനക്കൊരു 10-30 വയസ്സിന് മുകളിലുള്ള മക്കളുടെ അമ്മയാവേണ്ട പ്രായമുണ്ട്. പിന്നെ വല്ല വഴിവിട്ട ബന്ധത്തിലുണ്ടായ കുഞ്ഞാണോ ഇത്? എന്നാ ഇത് കേട്ടോണ്ടാണ് ശ്രുതി അങ്ങോട്ട് വരുന്നത് കേട്ടോ. ശ്രുതി ഇത് കേട്ടപാടെ തന്നെ പറയുന്നുണ്ട്, ആന്റി എന്തൊക്കെ ആന്റി പറയുന്നത്? ശ്രുതി, അത് പിന്നെ ഇവരെ എങ്ങനെയെങ്കിലും പുറത്താക്കണ്ടേ? അതിനുവേണ്ടി ഇവരോട് ഓരോന്ന് ചോദിക്കുമായിരുന്നു ഞാൻ എന്ന് കരുതി. ആന്റി ഇത്രയും മോശം രീതിയിലാണോ ഒരാളോട് സംസാരിക്കേണ്ടത്? ഇത് ഇവരുടെ മകളുടെ കുഞ്ഞാ, അല്ലാതെ ഇവരുടെ കുഞ്ഞല്ല. എന്നാ പിന്നെ അത് ഇവക്ക് വാ തുറന്ന് പറഞ്ഞൂടെ? ഇവളെന്തിനാ മിണ്ടാതിരിക്കുന്നത് എന്ന് കരുതിയിട്ട് ഈ ആന്റിയോട് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. ആന്റി, എന്റെ ആന്റിക്ക് വേണ്ടി ഞാൻ ആന്റിയോട് സോറി ചോദിക്കാം. എന്തിനാ മോളെ അവരോടൊക്കെ സോറി ചോദിക്കുന്നത്? ആന്റി, ഞാനിപ്പോ അവരോട് സോറി ചോദിച്ചത് ആന്റിക്കും കൂടി വേണ്ടിയിട്ടാ. ഇത് പറഞ്ഞിട്ട് ശ്രുതി അമ്മയോട് പറയുന്നുണ്ട്, ആന്റി നിങ്ങൾക്ക് ഇവിടെ ഒരു മുറി തന്നിട്ടുണ്ടല്ലോ, ആ മുറിയിലേക്ക് പൊയ്ക്കോളൂ. ഇങ്ങനെ വെറുതെ പുറത്തിറങ്ങി നടക്കണ്ട. ശരി മോളെ. ഇതും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് കേട്ടോ വിമലമ്മ എവിടുന്ന് പോകുന്നത്. ആന്റി, ആ പാവം കരഞ്ഞു. ഈ അവസ്ഥ നമുക്കാണെങ്കിലോ? എന്തിനാ ആന്റി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അല്ല, നിന്നെ ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രുതി, നിനക്ക് ഇവരോട് ഒരു ചായ്വുണ്ട്. അവരോട് ചായ്വുണ്ടായിട്ടൊന്നുമല്ല. ഇങ്ങനെയുള്ളവരോട് ഇങ്ങനെ മോശം രീതിയിലൊന്നും സംസാരിക്കാൻ പാടില്ല ആന്റി. അത് അവരുടെ മനസ്സിന് എത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന അറിയോ? ഈ ആന്റിയെ എനിക്കറിയാവുന്നതാ. അപ്പോ ഞാൻ രേവതിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുമ്പോ നീ എന്റെ കൂടെ നിൽക്കാറുള്ളതല്ലേ? അപ്പൊ ഇതൊന്നും കാണാറില്ലല്ലോ. അവളും പണമില്ലാത്തവളെ തന്നെയാണല്ലോ. ആന്റി, ഞാൻ അതല്ല പറയുന്നത്. രേവതി എങ്ങനെയാണെന്നുള്ളത് എനിക്കും ആന്റിക്കും നന്നായിട്ട് അറിയാം. അവൾ അഭിനയിക്കുകയാണെന്നുള്ളതും. പക്ഷേ ഇവരങ്ങനെയില്ല. ഇതൊരു പാവ സ്ത്രീയാ. നമുക്ക് നോക്കാം ആന്റി, ഇന്ന് തന്നെ അവരിവിടുന്ന് പറഞ്ഞയക്കാം എന്ന് കരുതി അവരോട് ഇങ്ങനെയൊന്നും സംസാരിക്കണ്ട. എന്തെങ്കിലും ആവട്ടെ, അവൾ എന്റെ മുന്നിൽ വന്ന് പെട്ട ഞാൻ പലതും പറഞ്ഞെന്നിരിക്കും. അതൊന്നും കൂടി നിങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തിയാൽ നല്ലതാ. ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ദേഷ്യം പിടിച്ച് അവിടുന്ന് പോവാൻ കേട്ടോ. ആ സമയത്ത് ശ്രുതി നന്നായിട്ട് വിഷമിക്കുന്നുണ്ട്. അങ്ങനെ സച്ചിയോട് രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ ഇറങ്ങുമല്ലേ? രേവതി, എനിക്കിപ്പൊ പെട്ടെന്നൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അവിടെ എത്തിയേ മതിയാകൂ. നീ വിമലമ്മയെ ആദ്യം ഒന്ന് ശ്രദ്ധിച്ചോളണേ. ഇല്ലാന്നുണ്ടെങ്കിൽ കിട്ടുന്ന സമയം അമ്മ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരുടെ മനസ്സ് വേദനിപ്പിക്കും. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. പിന്നെ അച്ഛനോട് കൂടി പറഞ്ഞേക്ക്, അച്ഛനിവിടെ ഉണ്ടാവുമല്ലോ. ശരി സച്ചേട്ടാ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഇത് പറഞ്ഞോണ്ട് സച്ചി അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അല്ല രേവതി, നീ അവർക്ക് ഭക്ഷണം കൊടുത്തിരുന്നോ? അടുക്കളയിലോട്ടൊക്കെ വന്ന അമ്മ എടുക്കുന്ന ഭക്ഷണത്തിന് വരെ കണക്ക് പറയും. അതുകൊണ്ട് അവർക്ക് വേണ്ടതെന്ന് നീ മുറിയിലേക്ക് എത്തിച്ചു കൊടുക്ക്. ശരി സച്ചേട്ടാ. ഇതും പറഞ്ഞുകൊണ്ടാണ് സച്ചി അവിടുന്ന് പോകുന്നത്. അങ്ങനെ രേവതി ആണെങ്കിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. ശ്രുതി ആണെന്നുണ്ടെങ്കിൽ തിരിഞ്ഞു മറിഞ്ഞൊക്കെ കളിക്കാൻ കേട്ടോ. അതായത് എങ്ങനെയെങ്കിലും അമ്മയോട് മകനോട് സംസാരിക്കണല്ലോ, അതിനു വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. അപ്പോഴാണ് വർഷ അങ്ങോട്ട് വരുന്നത്. ശ്രുതി ചേച്ചി എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നത്? എന്തു പറ്റി? അത് പിന്നെ വർഷേ, വേറൊന്നും അല്ല. ഞാൻ ആന്റിയെ നോക്കുമായിരുന്നു. ആന്റി മുറിയിൽ വിശ്രമിക്കുക. ഞാനിപ്പോ കണ്ടതേ ഉള്ളൂ. മുറിയിലേക്ക് ചെന്നാ കാണാലോ. അല്ല ശ്രുതി ചേച്ചി, ഇവിടെ രാവിലെ തന്നെ ഒരു ആന്റിയും മകനും വന്നില്ലേ? അവര് പോയോ? അത് പിന്നെ അവര് മുറിക്കകത്തുണ്ട്. ഏത് മുറിക്കകത്ത്? ഞങ്ങളുടെ മുറിക്കകത്താ. അപ്പൊ അവര് പോയിട്ടില്ലല്ലേ? അതേതായാലും നന്നായി. എന്തു പറ്റി വർഷേ? നീ എന്തിനാ അവരെ കാണാൻ പോകുന്നത്? അവരൊരു പാവ സ്ത്രീയല്ലേ? കണ്ടിട്ട് ഒരു പാവത്തിനെ പോലെ തോന്നുന്നു. കയ്യിൽ കാശൊന്നും ഉണ്ടാവില്ലെന്നാ തോന്നുന്നത്. അതുകൊണ്ട് കുറച്ച് കാശ് കൊടുക്കാന്ന് കരുതി പോവാ. ഇത് കേട്ടപ്പോ നന്നായിട്ട് വിഷമാവാൻ കേട്ടോ ശ്രുതിക്ക്. ഇതിനു മുമ്പ് വർഷ രേവതിക്ക് പണം കൊടുത്തതൊക്കെ ശ്രുതിക്ക് ഓർമ്മ വരികയാണ്.
പക്ഷേ അവർക്ക് പണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവരുടെ മകളുണ്ട് ഗൾഫില്, അവര് വേണ്ട പണമൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ട്. വയ്യാത്ത അമ്മയും മകനെ വിട്ടിട്ട് അവര് ഗൾഫിലേക്ക് പോയില്ലേ സ്വന്തം സുഖത്തിനു വേണ്ടിയിട്ട്. അപ്പൊ ഇവരുടെ ഓർമ്മയുണ്ടായിരുന്നോ? ഇനി എത്രയൊക്കെ അയച്ചു കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ കയ്യിൽ കാര്യമായിട്ടൊന്നുമില്ല. സച്ചേട്ടൻ പറയുന്നത് ഞാൻ കേട്ടതാ. എന്നാലും വേണ്ട വർഷേ, അവർക്ക് വേണ്ട പണമൊക്കെ കിട്ടുന്നുണ്ട്. അല്ല, ഞാൻ അവർക്ക് പണം കൊടുക്കുന്നതിന് ശ്രുതി ചേച്ചിക്ക് എന്താ? ഈ പെണ്ണിനോട് പറഞ്ഞ മനസ്സിലാവില്ല. അവര് പണം ഒന്നും കൊടുത്താ വാങ്ങില്ല. നീ വെറുതെ പണം കൊണ്ട് അങ്ങോട്ട് ചെല്ലണ്ട. എന്തായാലും ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ, അതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതും പറഞ്ഞോണ്ട് വർഷയാണെങ്കിൽ ആ മുറിയിലോട്ട് ചെല്ലാണ് കേട്ടോ. ഹലോ ആന്റി. എന്നാ ഈ വിളി കേട്ടിട്ട് വിമലമ്മയാണെങ്കിൽ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ വർഷയെ കാണാന്. മോളെ, ഇപ്പൊ എങ്ങനെയുണ്ട് കുഞ്ഞിന്? കണ്ണ് വേദനിക്കുന്നുണ്ടോ? ഏയ്, അവന് വേദനയൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. കുഴപ്പമൊന്നും ഇല്ലല്ലോ ആന്റി. ഒരു കുഴപ്പമില്ല മോൾ. അല്ല, എന്തിനാ ആന്റി വെറുതെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? ഇവിടെ ഇരുന്ന് ആകെ മുഷിയില്ലേ? കുഞ്ഞിനെയും കൂട്ടി ആന്റി പുറത്തോട്ട് വാ. അമ്മൂമ്മേ, ഇതാരാ അമ്മൂമ്മേ? അതിവിടുത്തെ ഒരു ചേച്ചിയാ മോനെ. ചേച്ചിയാണോ? അതേ മോനുട്ടാ, ചേച്ചിയാണ് കേട്ടോ. നമുക്ക് പുറത്തോട്ട് പോയാലോ? ഇവിടെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഇരിക്കണോ? എനിക്കും പുറത്തോട്ട് പോകണമെന്നുണ്ട്. പക്ഷെ അച്ഛമ്മ പറഞ്ഞു പുറത്തോട്ട് പോവണ്ടെന്ന്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് പുറത്ത് പോയി കളിക്കാനായിരിക്കും ഇഷ്ടം ഉണ്ടാവുക. ഇതിനകത്ത് ചടഞ്ഞുകൂടി ഇരിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഇവനായിട്ട് നമുക്ക് പുറത്തു പോവാം. വേണ്ട മോളെ, അവൻ അവിടെ കിടക്കുന്നിടത്ത് കിടന്നോട്ടെ. മോളുടെ പണി നോക്കിക്കോ. ഞാൻ പറഞ്ഞിട്ട് വരില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വേണ്ട. ഏതായാലും ഞാനും പോവാ. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്കാവും. ആന്റി എന്തായാലും ഇത് വാങ്ങിക്കേ. ഇതെന്താ മോളെ? ഇത് കുറച്ച് പണമാണ്, ആന്റിയുടെ കയ്യിൽ ഇരിക്കട്ടെ. അയ്യോ, എനിക്ക് പണത്തിന്റെ ഒന്നും ആവശ്യമില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആന്റി ഇത് വാങ്ങിക്കേ. ഇത് എന്റെ ഒരു സന്തോഷത്തിനാ. അയ്യോ, എന്തിനാ മോളെ ഇത്രയും വലിയ തുകയൊക്കെ? എനിക്ക് വേണ്ട. ഇത് വാങ്ങിക്കാന്റി. ഇത് വലിയ തുകയൊന്നും ഇല്ല. വേണ്ട മോളെ, എന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ഞാൻ തരുന്നതല്ലേ, വാങ്ങിക്കാന്റി. ഇതും പറഞ്ഞ് നിർബന്ധിച്ചോണ്ട് തന്നെ അവരുടെ കയ്യിൽ പണം കൊടുത്തിട്ട് വർഷം അവിടുന്ന് പോവാണ് കേട്ടോ. അങ്ങനെ വർഷം മുറിയിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ നന്നായിട്ട് ശ്രുതി ശ്രദ്ധിക്കാന്. ഇനി ആരും അവിടെ ഇല്ലെന്ന് മനസ്സിലാക്കിയിട്ട് ശ്രുതി മുറിയിലോട്ട് കയറാൻ ശ്രമിക്കാണ് കേട്ടോ. അപ്പോഴാണ് വിമലമ്മ കാണുന്നത്. കല്യാണി, എന്തിനാ എന്നെ കല്യാണി എന്നൊക്കെ വിളിക്കുന്നത്? ആരെങ്കിലും കേൾക്കും. എന്നെ ഇവിടെ എല്ലാരും ശ്രുതി എന്നാ വിളിക്കാറ്. അതുകൊണ്ട് എന്നെ ശ്രുതി എന്ന് വിളിച്ചാ മതി. അതെന്റെ നാവിന് വഴങ്ങില്ലേ കല്യാണി? ദേ വീണ്ടും കല്യാണി. എന്താ അമ്മ നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എന്തിനാ ആ സച്ചി വിളിച്ചപ്പോ തന്നെ ഇങ്ങോട്ട് വന്നത്? മോളെ, അമ്മ മനഃപൂർവ്വം ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് കേട്ടപ്പോ ആദ്യം പറയുന്നുണ്ട്, അമ്മൂമ്മേ, കല്യാണി ആന്റി വന്നോ? അത് പിന്നെ അമ്മേ വേണ്ട. പിന്നെ അവൻ വിശ്വസിക്കാതിരിക്കോ? ഞങ്ങൾ സംസാരിക്കുന്നത് അവൻ കേൾക്കില്ലേ? അതെ, എന്റെ കല്യാണി ആന്റി തന്നെയാണ്. ഇതും പറഞ്ഞുകൊണ്ട് ആദ്യം കെട്ടിപ്പിടിക്കാൻ കേട്ടോ ശ്രുതി. അങ്ങനെ ശ്രുതിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോ ആദ്യം പറയുന്നുണ്ട്, എന്തിനാ കല്യാണി ആന്റി വിഷമിക്കുന്നത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. എന്റെ കണ്ണിന് ഒരു വേദനയും ഇല്ല. ഡോക്ടർ പറഞ്ഞല്ലോ 2 ദിവസം കഴിഞ്ഞാ ഇത് ഊരിക്കളയാന്ന്. സച്ചേട്ടൻ എന്നോട് പറഞ്ഞോ ഇത് കണ്ണ് പൊത്തി കളിക്കുന്ന പോലെ നമ്മൾ കരുതിയാ മതിയെന്ന്. ദേ, അങ്ങനെയൊന്നും കരുതണ്ട. ഇത് മോന്റെ മുറിവ് മാറാൻ വേണ്ടി കെട്ടിത്തന്നതാ. അത് നാളത്തേക്ക് മാറും. നാളെ ആവുമ്പോ അത് അവരെടുക്കുകയും ചെയ്യും. അമ്മേ, എന്തിനമ്മേ അമ്മ എന്നെ ഇങ്ങനെ നാണം കെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത്? എന്ത് ചെയ്യാനാ മോളെ, വരണ്ടെന്ന് കരുതുന്നതാ. പക്ഷെ സച്ചയും രേവതിയും എന്നെ നിർബന്ധിച്ചത് മോൾ കാണാനിട്ടാ. അവരത്രയും നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് മറ്റു മാർഗമൊന്നും ഇല്ലായിരുന്നു മോളെ. എന്നെ സ്നേഹിക്കുന്നവരെ എനിക്ക് വിഷമിപ്പിക്കാൻ വയ്യ. അമ്മയുടെ ഈ സ്വഭാവ ഞാൻ ഇങ്ങനെയായി മാറിയത്, എന്നെ ഇങ്ങനെയായി തീർത്തത്. ഇനി അമ്മയ്ക്ക് എന്നെ പരാജയത്തിലേക്ക് തള്ളിവിടണമെന്നാണോ ആഗ്രഹം? ഒരു നിമിഷം കൊണ്ട് എല്ലാം എടുത്തെറിയേണ്ടി വരും എനിക്ക്. ഞാനൊന്ന് ജീവിതത്തിൽ രക്ഷപ്പെട്ട് കയറി വരുന്നേ ഉള്ളൂ അമ്മേ. അപ്പോഴേക്കും നിങ്ങൾ ഒരു കനലായി വരരുത്. എന്തൊക്കെയാ മോളെ പറയുന്നത്? നീ രക്ഷപ്പെടാനല്ലേ ഈ അമ്മയ്ക്ക് ആഗ്രഹം കാണൂ. അപ്പോ ഇങ്ങനെയൊക്കെ പറയാവോ? എന്തായാലും നിങ്ങൾ ചെയ്തത് തെറ്റായിപ്പോയി. അവൻ വിളിച്ചെങ്കിലും അവനോട് ദേഷ്യം പിടിച്ച് പറയണമായിരുന്നു വരത്തില്ലെന്ന്. അങ്ങനെ പറയുമ്പോ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വരില്ലല്ലോ. എല്ലാം നിങ്ങളുടെ സ്വാർത്ഥത കുറവാ. എന്നാ ആ സമയത്താണ് നമ്മുടെ രേവതി ആണെങ്കിൽ മുറിയിലോട്ട് കഞ്ഞിയുമായിട്ട് വരുന്നത്. അങ്ങനെ ഡോറ് തുറന്ന പാടത്തന്നെ ശ്രുതി മകനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അമ്മയെ ശാസിക്കുന്നതാണ് നമ്മുടെ രേവതി കാണുന്നത്. ഇത് കണ്ട പാടത്തന്നെ രേവതി ഒന്ന് ഞെട്ടിപ്പോവാട്ടോ. ശ്രുതിയല്ലേ ഇത്? ശ്രുതി എന്തിനാ ആ കുഞ്ഞിനെ കുട്ടിപ്പിടിച്ച് ഇങ്ങനെ കരയുന്നത്? അമ്മേ, ഈ കുഞ്ഞുമായിട്ട് അമ്മ ഇനി ഇങ്ങോട്ട് വരില്ല അമ്മേ. അയ്യോ, അമ്മയോ? അപ്പോ ഇത് ശ്രുതിയുടെ അമ്മയായിരുന്നു. കല്യാണി മനഃപൂർവ്വം മോളെ വിഷമിപ്പിക്കാനല്ല അമ്മ ഇങ്ങോട്ട് വന്നത്. കല്യാണിയോ? അപ്പോ ശ്രുതിയുടെ പേര് കല്യാണി എന്നാണോ? അപ്പൊ ഇത് ശ്രുതിയുടെ അമ്മയാണോ? ഇവരുടെ ദുബായിലുള്ള മോള് പറയുന്നത് ശ്രുതിയായിരുന്നോ? എന്തൊക്കെയാ ഞാൻ കാണുന്നത്? എന്റെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അമ്മേ, ഇനി മേലിൽ അമ്മ ഇങ്ങോട്ട് വരരുത്. അമ്മയെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ഇനി ആ സച്ചിയും രേവതിയും അമ്മയുടെ അടുത്തോട്ട് വന്ന അവരെ അകറ്റി നിർത്തണം അമ്മ. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തിയേ പറ്റൂ. എന്തിനാ മോളെ അവരോരോന്ന് പറയുന്നത്? ഹോസ്പിറ്റലിലെ ബില്ലടിച്ചത് വരെ ആ സച്ചിയാ. അവൻ നല്ലവനാ. രേവതി മോൾക്കും നല്ല മനസ്സാ.
അവരെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ ദോഷം വരും. ദോഷം വരും. സ്വന്തം മകൾക്ക് എന്തോ ആയിക്കോട്ടെ, ബാക്കിയുള്ളവരുടെ കാര്യമാണല്ലോ നിങ്ങൾക്ക് വലുത്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അല്ലാതെ എന്താ പറയാ. എന്നെ നാണം കെടുത്താൻ വേണ്ടി വലിഞ്ഞു കയറി വന്നേക്കോ ഇങ്ങോട്ട്. ഇത് പറഞ്ഞോണ്ടിരിക്കുമ്പോ തന്നെ രേവതിക്ക് ദേഷ്യം വരാൻ കേട്ടോ. സ്വന്തം അമ്മയെ, അതും അവക്ക് നല്ലപോലെ ജീവിക്കാൻ വേണ്ടി നല്ലൊരു ജീവിതം തെരഞ്ഞെടുത്തിട്ട് സ്വന്തം അമ്മയെ മാറ്റി നിർത്തി. അത് പോരാത്തതിന് തന്റെ വീട്ടിൽ വന്ന അമ്മയെ ആട്ടി ഇറക്കാൻ ശ്രമിക്കുക അവള്. ഇതൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് ദേഷ്യം വരാൻ കേട്ടോ. അങ്ങനെ രേവതി അവിടെ നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ ശ്രുതിയുടെ അമ്മയുടെ കണ്ണിപ്പെടുന്നുണ്ട്. കല്യാണി, എന്താ അമ്മേ, ആരെങ്കിലും വന്നോ? നിന്റെ കണ്ണ് പെട്ടെന്ന് തുടക്കി. അങ്ങനെ പെട്ടെന്ന് എന്നെ കണ്ണ് തുടച്ചിട്ട് പിന്നിലോട്ട് നോക്കുകയാണ് കേട്ടോ ശ്രുതി. അപ്പൊ രേവതിയാണ് അവിടെ കാണുന്നത്. രേവതി കഞ്ഞിയുമായിട്ട് ദേഷ്യം പിടിച്ച് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട്. രേവതി. അങ്ങനെ രേവതി അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അത് പിന്നെ ഞാനിവരുടെ വിവരം അന്വേഷിക്കാൻ മിണ്ടരുത് നീ. ശ്രുതി, നിനക്ക് എങ്ങനെ ഇങ്ങനെ ആവാൻ കഴിയുന്നത്? നീ പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടു. ഈ നിൽക്കുന്ന പാവം സ്ത്രീ നിന്റെ അമ്മയാണല്ലേ? നിന്റെ സ്വന്തം, നിന്റെ പെറ്റമ്മ. അയ്യോ രേവതി, നിർത്ത്. നീ ഇനി ഒരു കള്ളം പറയാനും വരണ്ട. എനിക്ക് നിന്റെ പെരുമാറ്റത്തിൽ ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞാനതത്ര കാര്യമാക്കി എടുത്തില്ല. പക്ഷെ ഇപ്പൊ ഞാൻ എല്ലാം കേട്ടു. നീ എന്തൊരു വഞ്ചകിയാ. നിന്നെ 10 മാസം ചുമഴ്ന്ന് നൊന്ത് പ്രസവിച്ച നിന്റെ അമ്മയോടാണോ നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? നിന്റെ സുഖത്തിനും പണത്തിനും സൗകര്യത്തിനും വേണ്ടി നീ നിന്റെ അമ്മയും ആ അമ്മയുടെ കുഞ്ഞിനെയും അകറ്റി നിർത്തി. നീ ദുബായിലാണെന്നും പറഞ്ഞു നടക്കുക. ഇവര് പലതവണ നിന്നെക്കുറിച്ച് ചോദിച്ചപ്പോഴും ഇവരെ നിന്നെക്കുറിച്ച് വിട്ടു പറയുന്നില്ല. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത് നീയായിരുന്നു ഇതിന്റെ പിന്നിലെന്ന്. നീ ദേഷ്യപ്പെടുമ്പോഴും പലതവണ ഞാനും സച്ചേട്ടനും ഓരോന്നാലോചിച്ച് കൂട്ടിയിട്ടുണ്ട്. പക്ഷെ നിന്നെ ഞങ്ങൾ വിശ്വസിച്ചു. പക്ഷെ നീ ഇത്രയും വലിയൊരു കെണി ഒപ്പിക്കുന്നുള്ളത് ഞങ്ങൾക്ക് ആർക്കും അറിയില്ലായിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ അമ്മ അറിഞ്ഞാലുണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് അറിയാം നിനക്ക്. അയ്യോ രേവതി, ദയവ് ചെയ്ത് നീ ഇത് ആന്റിയോട് പറയില്ലേ. ഞാൻ ഇത് കാല് പിടിക്കാം. എന്റെ കാലൊന്നും ആരും പിടിക്കണ്ട. ഞാനിത് ആരോട് പറയാനും പോകുന്നില്ല. പക്ഷെ എനിക്കൊരു കാര്യം അറിയണം. ഈ കുഞ്ഞേതാ? ഈ അമ്മയുടെ കുഞ്ഞല്ലെന്നുള്ളത് ഉറപ്പാ. ഇവര് പറഞ്ഞിരിക്കുന്നത് ഇവരുടെ മകളുടെ കുഞ്ഞാണിതെന്നാ. അപ്പോ ഈ കുഞ്ഞ് ആരാ ശ്രുതി? അത് പിന്നെ ഇവൻ എന്റെ ചേച്ചിയുടെ. മതി, എല്ലാം അറിഞ്ഞില്ലേ? ഇനിയെങ്കിലും രേവതി മോളോടെങ്കിലും സത്യം പറയും കല്യാണി. കല്യാണി? അപ്പൊ നിന്റെ പേര് കല്യാണിയാണല്ലേ? അപ്പോ ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം മകനും അതല്ലേ സത്യം? പറ ശ്രുതി. എനിക്ക് തെറ്റ് പറ്റിപ്പോയി രേവതി. ഇതും പറഞ്ഞോണ്ട് രേവതിയുടെ കാൽക്കൽ വീഴാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറാണ് രേവതി. നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്നറിയോ? ഇത്രയും വലിയൊരു മകനുണ്ടായിട്ടും ആ മനുഷ്യനെ കല്യാണം കഴിച്ചത് തെറ്റ്. അത് പോട്ടേന്ന് വെക്കാം. അയാൾക്ക് ഇതൊക്കെ ഒരു ശിക്ഷയായി കൂട്ടണം. അത് പോരാത്തതിന് അവരുടെ അമ്മയെ നീ നല്ല രീതിക്ക് പറ്റിക്കുക. നിന്റെ അച്ഛൻ മലേഷ്യയിലാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? അത് എനിക്ക് പറയേണ്ടി വന്നു. ഇനി നീ നിന്നെക്കുറിച്ച് ഒന്നും പറയണ്ട. എനിക്കെല്ലാം വ്യക്തമായി. മോളെ, കല്യാണിക്ക് വേണ്ടി ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കാം മോളെ. അവളെ നീ ഒറ്റ കൊടുക്കരുത്. ഇവരുടെ മുന്നിൽ അവളെ നീ. അമ്മേ, ഞാൻ അങ്ങനെ ഒരാളല്ല. എനിക്ക് അങ്ങനെയുള്ള വിജയം വേണ്ട. ഞാൻ ഇവരുടെ ആട്ടും തുപ്പൊക്കെ കേട്ട് ജീവിക്കുന്ന ഒരു സാധാരണ പെണ്ണ അമ്മേ. എനിക്ക് അങ്ങനെ ആരുടെയും തോൽവി കാണുന്നില്ല. ഞാനായിട്ട് ഇത് ആരോടും പറയില്ല. പക്ഷേ ഇത് നീ അറിയിച്ചില്ലെങ്കിൽ നിനക്ക് തന്നെയാണ് ദോഷം വരാൻ പോകുന്നത്. ഒന്നുമില്ലെങ്കിലും സുധിയെങ്കിലും നീ ഇത് അറിയിക്കണം. കൂടെ കൂടെ മുന്നോട്ട് പോയാ ചിലപ്പോ അയാൾ നിന്നെ കൈവിടും. എന്റെ സുധി എന്നെ കൈവിടില്ല, എനിക്ക് ഉറപ്പുണ്ട്. ആര് പറഞ്ഞു കൈവിടില്ലെന്ന്? ആ സുധി എന്ന് പറഞ്ഞ മനുഷ്യനെ നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇത്രയും കാലം അയാളുടെ കൂടെ കിടന്നിട്ടും നിനക്ക് അയാളെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ ശ്രുതി. അയാളുടെ സന്തോഷത്തിന് സുഖത്തിന് വേണ്ടി മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. നിന്നെ പോലും അയാളുടെ ജീവിതത്തിൽ പരിഗണിച്ച് കാണില്ല. അത് നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. പക്ഷെ സച്ചേട്ടൻ അങ്ങനെയല്ല. എല്ലാവരെയും മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹം. എന്തായാലും നിന്റെ ലൈഫിൽ ഞാൻ കുളം തോണ്ടാൻ വരില്ല. അപ്പൊ വിമലമ്മ പറയുന്നുണ്ട്, മോളെ ഇനി ഈ കാര്യം സച്ചയോടും കൂടി പറഞ്ഞ നിന്റെ പ്രശ്നം എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും മോളെ. രേവതി, നീ എന്നെ സഹായിക്കണം. എനിക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് കരകയറണം. നിന്നെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നല്ല കരുതിയിരുന്നത്. പക്ഷെ നീ എന്റെ ചിന്താഗതികളൊക്കെ മറികടന്നു. നിന്നെ ഞാൻ ഇതുവരെ മനസ്സിലാക്കില്ലല്ലോ രേവതി. എത്രയും പെട്ടെന്ന് നീ ഈ വിവരം ആരോടെങ്കിലും പറയണം ശ്രുതി. സച്ചേട്ടൻ കൂടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഉപായം അദ്ദേഹം പറഞ്ഞു തരും. പക്ഷേ ഇത് എളുപ്പത്തിൽ അങ്ങനെ പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇവിടുത്തെ അമ്മയുടെ സ്വഭാവം നിനക്ക് നല്ലപോലെ അറിയാലോ. അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കാന്ന് പോലും അറിയില്ല. ഓക്കെ, അങ്ങനെ പിറ്റേ ദിവസം തന്നെ ശ്രുതിയുടെ സമ്മതത്തോടു കൂടി രേവതി ഈ കാര്യമൊക്കെ സച്ചിയോട് പറയുന്നുണ്ട് കേട്ടോ. സച്ചി പിന്നെ അവിടെ ഉണ്ടാക്കുന്ന കോലാഹലം അതൊക്കെ കണ്ടു തന്നെ അറിയണം. അപ്പൊ ആ ഒരു എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.